എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ PSC എക്സാം ടിപ്സിലേക്ക് 2024 നടക്കുന്ന LGS പരീക്ഷയ്ക്കും അതോടൊപ്പം തന്നെ 10th ലെവൽ പ്രിലിം എക്സാമിനും ഗുണപ്രദമാവുന്ന രീതിയിൽ നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തി തുടങ്ങിയ വീഡിയോ സീരീസിൽ നമ്മൾ തുടക്കമിട്ടത് 2021 LGS പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങളും ആ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങളും പരിചയപ്പെടുത്തുക എന്നതാണ്. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ ഒരു ചോദ്യ പേപ്പറിലെ 46ാമത്തെ ചോദ്യം മുതലുള്ള കാര്യങ്ങളാണ്. കഴിഞ്ഞ 2 വീഡിയോ ക്ലാസ്സിലൂടെയായിട്ട് 45 ചോദ്യങ്ങളും നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തി. 46ാമത്തെ ചോദ്യമായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത് എലൈൻ തോംസൺ തെറ്റായ പ്രസ്താവന ഏത് എന്നതാണ് നമ്മുടെ ചോദ്യം. ജമൈക്കൻ കായിക താരം എന്ന് നൽകിയിരിക്കുന്നു. ടോക്കിയോ ഒളിമ്പിക്സിൽ 200 മീറ്റർ ഫൈനലിൽ 21.53 സെക്കൻഡിൽ ഫിനിഷ് ചെയ്തു. ഒളിമ്പിക്സിലെ സ്പ്രിന്റ് ഇനങ്ങളിൽ ഇരട്ട സ്വർണം നിലനിർത്തുന്ന ആദ്യ വനിത. ഒളിമ്പിക്സ് ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇനങ്ങളിൽ 6 സ്വർണം നേടുന്ന ആദ്യ വനിത എന്നിങ്ങനെയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഒളിമ്പിക്സ് ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇനങ്ങളിൽ 6 സ്വർണം നേടുന്ന ആദ്യ വനിത എന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ തെറ്റായിട്ട് നൽകിയിരിക്കുന്നത്. എലൈൻ തോംസൺ അത്ലറ്റിക്സ് താരമാണ്, ജമൈക്കൻ താരമാണ്. ടോക്കിയോ ഒളിമ്പിക്സിൽ 200 മീറ്റർ ഫൈനലിൽ 21.53 സെക്കൻഡിൽ ഫിനിഷ് ചെയ്ത താരമാണ്. ഒളിമ്പിക്സിലെ സ്പ്രിന്റ് ഇനങ്ങളിൽ ഇരട്ട സ്വർണം നിലനിർത്തുന്ന ആദ്യ വനിത കൂടിയാണ് എലൈൻ തോംസൺ എന്ന കാര്യം ഓർത്തിരിക്കുക. 2020 ടോക്കിയോ ഒളിമ്പിക്സിലെ ഏറ്റവും വേഗതയേറിയ വനിതാ താരം കൂടിയായിരുന്നു ജമൈക്കൻ താരമായ എലൈൻ തോംസൺ. ടോക്കിയോ ഒളിമ്പിക്സിൽ 100 മീറ്ററിൽ 10.61 സെക്കൻഡിൽ റെക്കോർഡോടെ സ്വർണം നേടിയ താരം കൂടിയാണ് എലൈൻ തോംസൺ. താഴെ നൽകിയിരിക്കുന്ന പട്ടിക നിരീക്ഷിക്കുക, ശരിയായ പ്രസ്താവന ഏത് എന്നാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ വസ്തു, pH മൂല്യം എന്നിങ്ങനെയാണ് പട്ടികയിൽ നൽകിയിരിക്കുന്നത്. ചാരത്തിന്റെ pH മൂല്യം ഇവിടെ 5 എന്ന് കൊടുത്തിട്ടുണ്ട്. തേയിലയുടേത് 4 എന്ന് കൊടുത്തിട്ടുണ്ട്. കുടിവെള്ളത്തിൻ്റെത് 8 എന്ന് കൊടുത്തിട്ടുണ്ട്. സോപ്പിൻ്റെത് 11 എന്ന് കൊടുത്തിട്ടുണ്ട്. തേയില ആൽക്കലി സ്വഭാവം കാണിക്കും എന്നാണ് എ എന്ന് പറയുന്ന ഓപ്ഷനിൽ നൽകിയിരിക്കുന്നത്. നമ്മളോട് ശരിയായ പ്രസ്താവന ഏത് എന്നാണ് നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത്. നമുക്കറിയാം, pH മൂല്യവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആ ഒരു pH സ്കെയിൽ എടുക്കുകയാണെങ്കിൽ 7 എന്ന് പറയുന്നതിന് താഴോട്ട് വരുമ്പോൾ അത് അസിഡിക് സ്വഭാവം കാണിക്കും. 7ന് ശേഷം 14 വരെ ആൽക്കലി സ്വഭാവമാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നൽകിയിരിക്കുന്ന ഒന്നാമത്തെ ആ ഒരു ഓപ്ഷൻ എടുക്കുമ്പോൾ തേയില ആൽക്കലി സ്വഭാവം കാണിക്കും എന്നാണ് പറയുന്നത്. തേയിലയുടെ pH ഇവിടെ കൊടുത്തിരിക്കുന്നത് 4 എന്നാണ്. അത് അസിഡിക്കുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെയാണെങ്കിൽ അത് തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. രണ്ടാമത് കൊടുത്തിരിക്കുന്നത് കുടിവെള്ളം ആൽക്കലി സ്വഭാവം കാണിക്കും എന്നാണ്. അത് ശരിയാണ്. കാരണം 7നേക്കാൾ കൂടുതലാണെങ്കിൽ ആൽക്കലി സ്വഭാവം കാണിക്കും, അത് ശരിയാണ്. ചാരം ആൽക്കലി സ്വഭാവം കാണിക്കുമെന്ന് പറഞ്ഞു, 5 ആണ്. അതായത് 7നേക്കാൾ താഴെയാണ്, അസിഡിക്കാണ്. അപ്പൊ അതും തെറ്റാണ്. സോപ്പ് ആസിഡ് സ്വഭാവം കാണിക്കുന്ന പറഞ്ഞത്, പക്ഷെ എന്താണ്, 11 ആണ്, 7ൽ താഴെയല്ല. അപ്പൊ അതും തെറ്റാണ്. ഇവിടെ നമ്മൾ ഉത്തരം എന്താണ്, ഓപ്ഷൻ ബി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഒരു വസ്തു അസിഡാണോ ബേസ് ആണോ എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്നത് pH മൂല്യത്തിലൂടെയാണ്. pH എന്നതിൻ്റെ പൂർണ്ണ രൂപം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നതാണ് pH എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്ന കാര്യം ഓർത്തിരിക്കുക. പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നതാണ് pH എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്ന കാര്യം ഓർക്കുക. ഒരു pH സ്കെയിൽ എന്ന് പറയുന്നത് ഒരു വസ്തു ആസിഡ് ആണോ അല്ലെങ്കിൽ ബേസ് ആണോ എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്നു pH സ്കെയിലിലൂടെ. pH സ്കെയിൽ കണ്ടെത്തിയതാരെന്ന് പരീക്ഷയ്ക്ക് എത്രയോ തവണ ചോദിച്ചിട്ടുണ്ട്. ഉത്തരമായിട്ട് വരേണ്ടത് സോറൻസൺ ആണ് pH സ്കെയില് കണ്ടുപിടിച്ചതെന്ന കാര്യം ഓർത്തിരിക്കുക. ഡാനിഷ് സയന്റിസ്റ്റായ സോറൻസൺ, അദ്ദേഹമാണ് ഈ പറയുന്ന pH സ്കെയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ pH സ്കെയിലിൽ വാല്യൂ രേഖപ്പെടുത്തുന്നത് 0 മുതൽ 14 വരെയാണ് അതിലുള്ള വാല്യൂ എന്ന് പറയുന്നത്. ഇതിൽ 7ന് മുകളിലാണെങ്കിൽ 0 മുതൽ 14 വരെയുള്ള
0 മുതൽ 14 വരെയുള്ളതിൽ ഈ 7 എന്ന് പറയുന്ന ഈ ഒരു നമ്പർ അത് നിർവീര്യ വസ്തുവാണ്. pH മൂല്യം 7 വരുന്ന വസ്തുക്കൾ, അതായത് ആസിഡുമല്ല ബേസുമല്ല എന്ന കാര്യം ഓർക്കുക. ഇനി 7ൽ കുറവാണെങ്കിൽ അത് അസിഡിക് സ്വഭാവം കാണിക്കുന്നു. അതായത് pH മൂല്യം 7ൽ കുറവാണെങ്കിൽ നമുക്ക് പറയാം എന്താണ്, അസിഡിക് സ്വഭാവം കാണിക്കുന്ന വസ്തുവാണ്. ഇനി 7ൽ കൂടുതലാണെങ്കിൽ നമുക്ക് പറയാം ആൽക്കലി അല്ലെങ്കിൽ ബേസിക് സ്വഭാവം കാണിക്കുന്ന വസ്തുവാണെന്നും പറയാം. ഇതൊക്കെ pH മൂല്യവുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് കൃത്യമായിട്ട് പഠിച്ച് വെക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കും. SCERT ബേസ് ചെയ്തിട്ട് വരുന്ന കാര്യങ്ങളാണ് ഇവിടെ ഓപ്ഷനിലൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തത്, ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഏത്? പണ്ട് മുതലേ പരീക്ഷയിൽ ചോദിക്കുന്ന ചോദ്യമാണ്. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ചോദിച്ചാൽ ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപമായിട്ടുള്ള ഭരതനാട്യമാണ് ഉത്തരമായിട്ട് വരുന്നത്. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്നത് ഭരതനാട്യമാണ്. തമിഴ്നാട്ടിലെ തഞ്ചാവൂരാണ് ഭരതനാട്യത്തിന്റെ ഉത്ഭവം എന്ന് നമുക്ക് അറിയാം. ഭരതനാട്യത്തെ ഇന്ന് നമ്മൾ കാണുന്ന രീതിയിൽ വളർത്തിയെടുത്തതിലും പ്രശസ്തമാക്കിയതിലും പ്രധാന പങ്ക് വഹിച്ച വ്യക്തി ആര് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ രുക്മിണി ദേവി അരുണ്ടലെ എന്ന പേരാണ് അവിടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇത് പരീക്ഷയിൽ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. രുക്മിണി ദേവി അരുണ്ടലെ എന്ന പേര് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ആദ്യകാലത്ത് മിൻഡേനെറ്റ എന്ന അറിയപ്പെട്ട കായിക രൂപം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ആദ്യകാലത്ത് മിൻഡേനെറ്റ എന്നറിയപ്പെട്ട കായിക രൂപം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ സി ആണ്, വോളിബോൾ ആണ്. ശ്രീലങ്കയുടെ ദേശീയ കായിക വിനോദം എന്നറിയപ്പെടുന്നത് വോളിബോൾ ആണ്. വില്യം ജി മോർഗൻ ആണ് ഈ വോളിബോൾ ആവിഷ്കരിച്ചത്. ആദ്യ കാലത്ത് മിൻഡേനെറ്റ എന്നറിയപ്പെട്ട കായിക രൂപം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് വോളിബോൾ ആണ്. വോളിബോൾ ടീമിൽ 6 കളിക്കാരാണുള്ളത്. പലപ്പോഴും കളിക്കാരുടെ എണ്ണം ചോദിക്കാറുണ്ട്. 6 കളിക്കാരാണ് വോളിബോൾ ടീമിലുള്ളത് എന്ന കാര്യം ഓർത്തിരിക്കണം. അതേസമയത്ത് ബീച്ച് വോളിബോൾ ടീമിലെ കളിക്കാരെന്ന് ചോദിച്ചാൽ അവിടെ 2 പേരാണ് എന്ന കാര്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ബീച്ച് വോളിബോൾ ടീമിലെ കളിക്കാരുടെ എണ്ണം 2, വോളിബോൾ ടീമിലെ കളിക്കാരുടെ എണ്ണം 6. ഇനി ഈ പ്രസിദ്ധരായിട്ടുള്ള ജിമ്മി ജോർജ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് PS റിപ്പീറ്റായി ചോദിക്കുന്നതാണ്. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് വോളിബോൾ ആണ്. അതുപോലെ തന്നെ ടോം ജോസഫ് വോളിബോൾ കളിക്കാരനാണെന്ന കാര്യം ഓർക്കുക. സലോമി സേവിയർ പ്രസിദ്ധനായിട്ടുള്ള ഇന്ത്യയുടെ വോളിബോൾ കളിക്കാരനാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് മിൻഡേനെറ്റ എന്ന ടേം. വോളിബോളിൽ എത്ര കളിക്കാരുണ്ട്? 6 പേര്. ബീച്ച് വോളിബോൾ എന്ന് എടുത്തു പറഞ്ഞാൽ 2 പേര്. ഇനി അടുത്ത ചോദ്യം നോക്കാം. പത്മശ്രീ 2021 ലഭിച്ച ഡോക്ടർ ധനഞ്ജയ് ദിവാകർ സഞ്ച്ദേവ് ഏത് മേഖലയിൽ സംഭാവന നൽകിയെന്നാണ് ചോദ്യം. ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, ആദിവാസികൾക്കായി ആതുര സേവനം എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. 2021 പത്മശ്രീ ലഭിച്ച ഡോക്ടർ ധനഞ്ജയ് ദിവാകർ സച്ദേവ് ഏത് മേഖലയിലാണ് സംഭാവന നൽകിയത്? ആദിവാസിക്കായി ആതുര സേവനം എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. ആഗോളതാപനത്തെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയ IPCCയുടെ പൂർണ്ണ രൂപം എന്ത് എന്നതാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് കൊടുത്തിട്ടുണ്ട്. IPCC ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, ഇവിടെ നോക്ക്, ഇൻട്ര എന്നാണ്, ഇവിടെ ഇന്റർ എന്നാണ്. ഇനി ഇന്റർ ഗവൺമെന്റൽ പാനൽ ഇവിടെ ഓഫ് എന്ന് കൊടുത്തു, ഇന്റർനാഷണൽ പാനൽ ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. അപ്പൊ ഇതിൽ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് കൃത്യമായി പഠിച്ചു വെച്ചിട്ട് വേണം പോകാൻ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. IPCC എന്നതിന്റെ പൂർണ്ണ രൂപം മറക്കാതെ പഠിക്കുക. ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്നാണ് വരേണ്ടത്. ഓരോ പോയിന്റും ഓരോ വാക്കും എന്ത് ചെയ്യണം, സ്ട്രെസ് ചെയ്ത് പഠിക്കണം. ഇന്റർ എന്നാണ് വരേണ്ടത്, ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ എന്നാണ് വരേണ്ടത്, ക്ലൈമറ്റ് ചേഞ്ച് എന്നാണ് അവസാനം വരിക. IPCC ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. IPCC 1988 നിലവിൽ വന്നത്.
1988 നിലവിൽ വന്നത്. ഇതിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലാണ് എന്ന കാര്യം ഓർത്തിരിക്കണം. 1988 IPCC ജനീവ സ്വിറ്റ്സർലാൻഡ്, അതാണ് ഇതിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. IPCC ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. കോവിഡ്-19 പശ്ചാത്തലത്തിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് 2020 ജൂണിൽ വിക്ടേഴ്സ് ചാനലിൽ ആരംഭിച്ച അധ്യയന പരിപാടി ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഫസ്റ്റ് ബെൽ എന്ന് പറയുന്നതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അതായത് 2021 എന്ന് പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് ബെൽ 2.0 എന്ന ഉത്തരമാണ് ഇവിടെ വരേണ്ടത്. ഇനി നമ്മളോട് ചിലപ്പോൾ ചോദിക്കാം, നമ്മുടെ പുതിയ പുസ്തകങ്ങളുണ്ടല്ലോ, നമ്മുടെ കുറെ പുസ്തകങ്ങളൊക്കെ SCERT മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പുതിയ പാഠപദ്ധതികൾക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് കൈറ്റ് ഒരു പുതിയ വെബ്സൈറ്റ്, പഴയ വെബ്സൈറ്റ് തന്നെയാണ്, അതൊന്ന് പുതുക്കിയിട്ടുണ്ട്. ഇപ്പൊ അതിന്റെ പേര് സമഗ്ര പ്ലസ് എന്നാണ്. നമ്മൾ സമഗ്ര എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ, അതിന്റെ കൂടെ ഒരു പ്ലസും കൂടെ ആഡ് ചെയ്തു. അത് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഇനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഏതാണ്? പണ്ട് മുതലേ PSC ചോദിക്കുന്നതാണ്. ഇനാമല് എന്നാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഏതാണ്? ഇനാമല് എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ക്വോഷിയോർക്കർ എന്ന രോഗത്തിന്റെ കാരണം താഴെ പറയുന്നവയിൽ ഏതാണ് എന്നതാണ് നമ്മുടെ ചോദ്യം. ഇതും PSC റിപ്പീറ്റായി ചോദിക്കുന്നതാണ്. ഓപ്ഷൻ A ആണ്, പ്രോട്ടീന്റെ കുറവ് എന്നതാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. പ്രോട്ടീന്റെ കുറവ് എന്നതാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ക്വോഷിയോർക്കർ എന്ന രോഗത്തിന്റെ കാരണം എന്താണ്? പ്രോട്ടീനിന്റെ കുറവാണ്. വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നതാണ് നിശാന്തത, അതുപോലെ തന്നെ സിറോഫ്താൽമിയ, അതുപോലെ തന്നെ മറ്റൊരു രോഗമാണ് ഫ്രൈനോഡെർമ എന്ന് പറയുന്ന രോഗം. അപ്പം വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗങ്ങളിൽ ഒന്നാണ് ഫൈനോഡെർമ എന്ന രോഗം. എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSC എപ്പോഴും ചോദിക്കുന്നത് നിശാന്തതയും ഈ പറയുന്ന സിറോഫ്താൽമിയുമാണ്. നിശാന്തതയും അതേപോലെ തന്നെ സിറോഫ്താൽമിയുമാണെന്ന കാര്യം ഓർക്കുക. വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം. അതേസമയത്ത് വിറ്റാമിൻ സിയുടെ കുറവ് മൂലമാണെങ്കിൽ സ്കർവി എന്ന് പറയുന്ന രോഗമുണ്ടാകും. വിറ്റാമിൻ സിയുടെ കുറവ് മൂലം. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറയുന്നത്. റിക്കറ്റ്സ് അതുപോലെ തന്നെ കണ എന്ന് പറയുന്ന രോഗം വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ്. ഓസ്റ്റിയോമലേഷ്യ എന്ന് പറയുന്ന രോഗവും വിറ്റാമിൻ ഡിയുടെ അപര്യാപ്ത രോഗമാണ്. വന്ധ്യത എന്ന രോഗം ജീവകം ഇയുടെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ്. വന്ധ്യത എന്ന് പറയുന്ന രോഗം. ഹീമോഫീലിയ ജീവകം കെയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വിറ്റാമിൻ B1 ബന്ധപ്പെട്ട അപര്യാപ്ത രോഗമാണ് ബെറിബറി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വിറ്റാമിൻ B1 ബെറിബറി എന്ന കാര്യം ഓർത്തിരിക്കുക. പെല്ലഗ്ര എന്ന് പറയുന്നത് വിറ്റാമിൻ B3 ബന്ധപ്പെട്ടതാണ്, അതിന്റെ അപര്യാപ്ത രോഗമാണ്. അതുപോലെ തന്നെ മൈക്രോസൈറ്റിക് അനീമിയ, മെഗാലോബ്ലാസ്റ്റിക് അനീമിയ, പെർനീഷ്യസ് അനീമിയ നമ്മൾ ഒരുമിച്ച് പഠിക്കും. B6 അപര്യാപ്തത മൂലമാണെങ്കിൽ അത് മൈക്രോസൈറ്റിക് അനീമിയാണ്. B9 അപര്യാപ്ത മൂലമാണെങ്കിൽ അത് മെഗാലോബ്ലാസ്റ്റിക് അനീമിയാണ്. B12 അപര്യാപ്ത മൂലമാണെങ്കിൽ അത് പെർനീഷ്യസ് അനീമിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. B5 അപര്യാപ്ത മൂലം ഉണ്ടാകുന്ന രോഗമാണ് പരസ്തീഷ്യ. ഒരിക്കൽ കൂടി പറയാം, ജീവകം എയുടെ അപര്യാപ്തത മൂലം 3 രോഗങ്ങൾ പഠിച്ചു. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് നിശാന്തതയും അതുപോലെ തന്നെ സിറോഫ്താൽമിയുമാണ്. ജീവകം എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് നിശാന്തതയും സിറോഫ്താൽമിയും. അതിനോടൊപ്പം തന്നെ ഫ്രൈനോഡെർമ എന്നൊരു രോഗം കൂടെ പഠിച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ജീവകം സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന PSC റിപ്പീറ്റായി ചോദിക്കുന്നതാണ് സ്കർവി എന്ന് പറയുന്ന രോഗം. ജീവകം ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ്. മറ്റൊന്ന് ഓസ്റ്റിയോമലേഷ്യ. ജീവകം ഇയുടെ അപര്യാപ്തത മൂലമാണ് വന്ധ്യത എന്ന രോഗം ഉണ്ടാകുന്നത്. ഹിമോഫീലിയ എന്ന രോഗത്തിന് കാരണം ജീവകം കെയുടെ അപര്യാപ്തതയാണ്. ഇനി വിറ്റാമിൻ B കോംപ്ലക്സിലേക്ക് വരുമ്പോൾ അവിടെ കുറേ രോഗങ്ങളുണ്ട്. അതിലൊന്ന് ജീവകം B1 അപര്യാപ്തത മൂലം ബെറിബറി എന്ന രോഗം. അതേപോലെ ജീവകം B3 അപര്യാപ്തത മൂലം പെലഗ്ര എന്ന് പറയുന്ന രോഗം. B5 അപര്യാപ്തത മൂലം പരസ്തീഷ്യ എന്ന് പറയുന്ന രോഗം. B6 B9 B12 നമ്മൾ ഒരുമിച്ച് പഠിക്കും.
B6 അപര്യാപ്തത മൂലം മൈക്രോസൈറ്റിക് അനീമിയ ഓർത്തിരിക്കുക. B9 ആണെങ്കിൽ മെഗാലോബ്ലാസ്റ്റിക് അനീമിയാണ്. B12 ആണെങ്കിൽ പെർനീഷ്യസ് അനീമിയാണ് എന്നീ കാര്യങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഇത് പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. അടുത്തത്, ഒരു വിളയുടെ സങ്കര ഇനമാണ് പവിത്ര. ഏതാണ് ആ വിള എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് നെല്ല് എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. നെല്ല് എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. ഇനി അടുത്തത്, സൈലന്റി വനം എന്നറിയപ്പെടുന്ന ദേശീയ ഉദ്യാനം ഏതാന്ന് വെച്ചാൽ അത് സൈലന്റ് വാലി ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. സൈലന്റ് വാലി ആണ് എന്ത്, സൈലന്റി വനം എന്നറിയപ്പെടുന്ന ദേശീയ ഉദ്യാനം എന്ന കാര്യം ഓർക്കുക. അടുത്ത ചോദ്യം, ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ് എന്നതാണ് അടുത്ത ചോദ്യം. ഒരു ആവാസ വ്യവസ്ഥയിൽ ജീവിയ ഘടകങ്ങളും അജീവിയ ഘടകങ്ങളും ഉൾപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ജീവികളുടെ അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് ആവാസ വ്യവസ്ഥ. പഠനമാണ് ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്തത്, ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെ ആവാസം എന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. അപ്പൊ ഇവിടെ 1ഉം 3ഉം ശരിയാണ്. അങ്ങനെ ഒരു ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഒരു ആവാസ വ്യവസ്ഥയിലെ ഭക്ഷ്യശൃംഖലയിൽ ആദ്യത്തെ കണ്ണി എപ്പോഴും മാംസഭോജി ആയിരിക്കും എന്ന് പറഞ്ഞാൽ അതെന്താണ്, തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്തതായിട്ട് പരിചയപ്പെടാൻ പോകുന്ന ചോദ്യം, COVID-19 എന്ന രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏത്? ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ സി, ചൈനയാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് COVID-19 റിപ്പോർട്ട് ചെയ്ത് എവിടെയാന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലാണ്. കേരളത്തിൽ ആദ്യമായിട്ട് COVID-19 റിപ്പോർട്ട് ചെയ്ത് എവിടെയാന്ന് വെച്ചാൽ അത് തൃശ്ശൂരാണ്. രണ്ടാമത് ആലപ്പുഴയാണ്. 2021 പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ 2021 പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം എന്നാണ് ഇവിടെ ചോദിച്ചത്. അപ്പൊ ഇവിടെ 59ാമത്തെ ചോദ്യത്തിന് പാകിസ്ഥാൻ എന്നാണ് ഉത്തരമായിട്ട് വരുന്നത്. അവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ പാകിസ്ഥാനാണ്. പക്ഷെ നമുക്ക് ഈ പുതിയ അപ്ഡേറ്റ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അത് മനസ്സിലാക്കി വേണം പഠിക്കാൻ. 2022 ആണെങ്കിൽ അത് സ്വീഡൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. 2022 വരുമ്പോൾ അവിടെ സ്വീഡനിലാണ് 2022 പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ കാണുമ്പോൾ പുതിയ അപ്ഡേറ്റ്സുകളാണ് നിങ്ങൾ എഴുതി അതിനോടൊപ്പം ചേർക്കേണ്ടത്. അപ്പൊ ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇതിന്റെ പുതിയ അപ്ഡേറ്റ്സ് 2023 എവിടെയാണ്, 2024 എവിടെയാണ്, 2025 നടക്കാൻ പോകുന്ന എവിടെയാണെന്നൊക്കെ സെർച്ച് ചെയ്ത് മനസ്സിലാക്കി വേണം ഈ ഒരു ചോദ്യം നിങ്ങൾ പഠിക്കാനായിട്ട്. ഇനി ലെൻസുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഏതു തരം ഗ്ലാസ് ആണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഫ്ലിന്റ് ഗ്ലാസ് ആണ്. ഇത് PSC റിപ്പീറ്റ് ആയി എപ്പോഴും ചോദിക്കുന്നതാണ്. ഓപ്ഷൻ എ ആണ്. ലെൻസുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഏതു തരം ഗ്ലാസ് ആണ് എന്നതാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ടത് ഫ്ലിന്റ് ഗ്ലാസ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത 100 ഡിഗ്രി സെൽഷ്യസ് എന്നത് എത്ര ഫാരൻഹീറ്റ് ആണ് എന്നതാണ് നമ്മുടെ അടുത്ത ചോദ്യം. 212 ഡിഗ്രി ഫാരഡ് എന്നതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഒരു ഡിഗ്രി സെൽഷ്യസിലുള്ള ഒരു വാല്യൂ നമുക്ക് തരികയാണെങ്കിൽ അതിനെ ഫാരൻഹീറ്റിലേക്ക് മാറ്റുവാനുള്ള സൂത്രവാക്യം ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ഫാരൻഹീറ്റ് ഈസ് ഈക്വൽ ടു C × 9/5 + 32 എന്ന് പറയുന്ന സൂത്രവാക്യമാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഇക്വേഷനാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ എഫ് എന്ന് പറഞ്ഞാൽ ഫാരൻഹീറ്റ് റീഡിങ്ങിനെയാണ് കാണിക്കുന്നത്. സി എന്ന് പറഞ്ഞാൽ ഡിഗ്രി സെൽഷ്യസ് റീഡിങ്ങിനെയാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ആ സീന്റെ സ്ഥാനത്ത് നമുക്ക് നൽകേണ്ടത് 100 എന്നാണ്. അങ്ങനെയാണെങ്കിൽ 100 × 9/5 + 32 ചെയ്യുക. അപ്പോൾ നമുക്ക് 212 ഡിഗ്രി ഫാരഡ് എന്ന് പറയുന്ന ആ ഒരു വാല്യൂ ആണ് നമുക്ക് ലഭിക്കുക എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇത്തരത്തില് 0 ഡിഗ്രി ആണെങ്കിലോ അപ്പൊ അവിടെ നമുക്ക് 32 ഡിഗ്രി ഫാരഡ് എന്നാണ് ലഭിക്കുക. 0 ഡിഗ്രി ആണെങ്കിൽ 32 ഡിഗ്രി ഫാരഡ് എന്നാണ് നമുക്ക് ലഭിക്കുക. ഇത് PSC എപ്പോഴും ചോദിക്കാറുള്ളതാണ്. കൃത്യമായിട്ട് ആ വാല്യൂസ് ഒന്ന് പഠിച്ചു വെച്ചാൽ നന്നായിരിക്കും. പരസ്പരം സ്പർശിച്ചു നിൽക്കുന്ന രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ പ്രതിരോധിക്കുന്ന ബലം ഏതാണ്? പരസ്പരം സ്പർശിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഘർഷണ ബലമാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇവിടെ ഓപ്ഷൻ ബിയിൽ നൽകിയിരിക്കുന്നത് വിസ്കസ് ബലം എന്നാണ്. അതായത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പടലങ്ങൾക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന ഘർഷണ ബലമാണ് വിസ്കസ് ബലം എന്ന് പറയുന്നത്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ
പടലങ്ങൾക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന ഘർഷണ ബലമാണ് വിസ്കസ് ബലം എന്ന് പറയുന്നത്. അപ്പൊ ദ്രാവകവുമായി ബന്ധപ്പെട്ടതാണ് വിസ്കസ് ബലം എന്ന് പറയുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്: ദ്രവീകൃത പെട്രോളിയം വാതകത്തിലെ പ്രധാന ഘടകം ഏത്? ദ്രവീകൃത പെട്രോളിയം വാതകത്തിലെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ബ്യൂട്ടൈൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ക്രൂഡ് ഓയിൽ എന്നറിയപ്പെടുന്നത് ഈ പറയുന്ന പെട്രോളിയമാണ്. പെട്രോളിയത്തിന്റെ ഗുണനിലവാരം പ്രസ്താവിക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ചോദിച്ചാൽ ഒക്ടേൻ നമ്പർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ആ യൂണിറ്റ് പരീക്ഷയ്ക്ക് ചോദിക്കും. ഒക്ടേൻ നമ്പർ. എന്താണ് ഒക്ടേൻ നമ്പർ എന്ന് പറയുന്നത്? പെട്രോളിയത്തിന്റെ ഗുണനിലവാരം പ്രസ്താവിക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഒക്ടേൻ നമ്പർ എന്ന കാര്യം ഓർക്കുക. ഈ ഒക്ടേൻ നമ്പർ കൂടിയ ഇന്ധനത്തിന്റെ ഗുണനിലവാരം കൂടുതലായിരിക്കും എന്ന കാര്യം ഓർത്തിരിക്കണം. ഇനി നമ്മുടെ അടുത്തത്: ഏത് പദാർത്ഥം ഉപയോഗിച്ചാണ് ജോസഫ് പ്രിസ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത് എന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ഡി ആണ്, മെർക്യൂറിക് ഓക്സൈഡ് എന്നതാണ്. വീണ്ടും പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഏത് പദാർത്ഥം ഉപയോഗിച്ചാണ് ജോസഫ് പ്രിസ്ലി ആദ്യമായിട്ട് ഓക്സിജൻ നിർമ്മിച്ചതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് മെർക്യൂറിക് ഓക്സൈഡ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. എന്താണ്? മെർക്യൂറിക് ഓക്സൈഡ് ആണ് എന്ന കാര്യം ഓർത്തിരിക്കണം. ഈ ഓക്സിജന് ആ പേര് നൽകിയത് ആരെന്ന് ചോദിച്ചാൽ ആന്റോയിൻ ലാവോസി ആണ്. ആന്റോയിൻ ലാവോസി ആണ് ഓക്സിജന് ആ ഒരു പേര് നൽകിയത് എന്ന കാര്യം ഓർക്കുക. ഒരു വസ്തു ഓക്സിജനിൽ കത്തുന്ന പ്രതിഭാസം അത് ജ്വലനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ജ്വലനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മളിവിടെ പരിചയപ്പെടുന്ന ചോദ്യം: യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി ശുക്രനെ കുറിച്ച് പഠിക്കാനായി ആരംഭിക്കുന്ന മിഷന്റെ പേര് ചോദിച്ചാൽ എൻ വിഷൻ എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. എൻ വിഷൻ എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം എന്നറിയപ്പെടുന്ന ശുക്രനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി ആരംഭിക്കുന്ന മിഷനാണ് എന്ത്? എൻ വിഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന 66ാമത്തെ ചോദ്യമാണ്: ലണ്ടൻ ആസ്ഥാനമായുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സ് നൽകുന്ന ബ്രൂണൽ മെഡലിന് അർഹമായ പദ്ധതി ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് മംഗദേച്ചു ജലവൈദ്യുത പദ്ധതി എന്നാണ്. ഇത് ആ ഒരു സമയത്തെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഇനി കാണുകയാണ്, അതൊക്കെ വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം പഠിക്കാനായിട്ട്. ഇവിടെ നമ്മൾ പറയുന്നത് മംഗദേച്ചു ജലവൈദ്യുത പദ്ധതി എന്നതാണ് ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് നൽകിയത്. ഇനി ജലജന്യ രോഗം ഏത് എന്നതാണ് 67ാമത്തെ ചോദ്യം. ഇവിടെ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത് ഒരു ജലജന്യ രോഗമാണ്. അതേപോലെ തന്നെ അടുത്തത് മൂന്നാമതായിട്ട് കൊടുത്തിരിക്കുന്ന ഹെപ്പറ്റൈറ്റിസ് ഇ എന്ന് പറയുന്നത് ഒരു ജലജന്യ രോഗമാണ്. ഇനി ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയുന്നതും എന്താണ്? ഒരു ജലജന്യ രോഗമാണ് എന്ന കാര്യം ഓർക്കുക. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് ഒരു കരൾ രോഗമാണ്. ഹെപ്പറ്റൈറ്റിസ് രോഗം വൈറസുകൾ മൂലവും ഉണ്ടാകുന്നു എന്ന കാര്യം ഓർത്തിരിക്കണം. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസത്തിന്റെ പ്രവാഹം തടയപ്പെടുന്നത് വഴി പിത്തരസത്തിലെ ബില്ലിറൂബിൻ എന്ന വന്ന വസ്തുവിന്റെ അളവ് രക്തത്തിൽ കൂടുകയും ശ്ലേഷ്മ സ്ഥലത്തിലും കണ്ണിന്റെ വെള്ളയിലും നഖത്തിലും കടുത്ത മഞ്ഞ നിറം നൽകുകയും ചെയ്യും. നമുക്കറിയാം മഞ്ഞപ്പിത്തം എന്ന് നമ്മൾ പറയും. ആ ഒരു ലക്ഷണം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. മലിനമായ ആഹാരം, അതുപോലെ തന്നെ ജലം, രോഗിയുടെ രക്തഘടകങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവയിലൂടെയൊക്കെ ഈ പറയുന്ന ഹെപ്പറ്റൈറ്റിസ് രോഗം എന്താണ്? വ്യാപിക്കാം എന്ന കാര്യം ഓർക്കുക. അതായത് HIV പകരുന്ന അതേ സാഹചര്യത്തിലൂടെയും ചിലരിൽ എന്താണ്? ഹെപ്പറ്റൈറ്റിസ് രോഗങ്ങൾ പടരുന്നു എന്ന കാര്യം ഓർക്കുക. അവിടെ ഒരു പോയിന്റ് പറഞ്ഞു, ഹെപ്പറ്റൈറ്റിസ് രോഗം വൈറസുകൾ മൂലവും ഉണ്ടാകുന്നു എന്നൊരു പോയിന്റ് നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറഞ്ഞാൽ എലിപ്പനി, അതും നമ്മൾ ഈ വെള്ളത്തിലൂടെ ഉണ്ടാവുന്നതാണ്. അപ്പൊ ഇവിടെ നമ്മുടെ 1, 3, 4 എന്ന് പറയുന്നതാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരുന്ന രോഗം ഏതെന്നാണ് പലപ്പോഴായിട്ട് PSC ചോദിക്കുന്ന ഒരു രോഗമാണ്. ഇപ്പോൾ അത് വീണ്ടും റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു രോഗമാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും ഈ ചോദ്യം ചോദിക്കാം. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ നിപ്പ നൽകിയിട്ടുണ്ട്, ജപ്പാനീസ് എൻസെഫലൈറ്റീസ് നൽകിയിട്ടുണ്ട്, മുകളിൽ കൊടുത്തിരിക്കുന്നത് രണ്ടും എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ രണ്ടും എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി നമ്മുടെ അടുത്ത ചോദ്യം, അപ്പോൾ ഇവിടെ നിപ്പയും ഉണ്ട്, ജപ്പാനീസ് എൻസെഫലൈറ്റീസും ഉണ്ട് എന്ന കാര്യം ഓർത്തിരിക്കുക. എൻസെഫലൈറ്റീസും ഉണ്ട് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് നിർജ്ജലീകരണത്തിന് കൊടുക്കുന്നത് ORS ലായനിയാണ്. ORS ലായനിയാണ് ഈ പറയുന്ന നിർജ്ജലീകരണത്തിന് കൊടുക്കുന്നത്. കോളറ, അതുപോലെ തന്നെ വയറിളക്കം എന്നീ രോഗങ്ങൾ ഉള്ളവർക്ക് നിർജ്ജലീകരണം സംഭവിക്കാതിരിക്കാൻ
കൊടുക്കുന്ന ലായനിയാണ് ORS എന്ന് പറയുന്നത്. അതിന്റെ പൂർണ്ണ രൂപം നമുക്കറിയാം, ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ എന്നതാണ് അതിന്റെ പൂർണ്ണ രൂപം. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ എന്നതാണ് ഇതിന്റെ പൂർണ്ണ രൂപം എന്ന കാര്യം ഓർത്തിരിക്കുക. ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ എന്നതാണ് ORS എന്നതിന്റെ പൂർണ്ണ രൂപം. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഗ്ലൂക്കോസ് ഇതിൽ അടങ്ങിയിരിക്കുന്ന ഘടകമാണ്. സോഡിയം ക്ലോറൈഡ് ഇതിൽ അടങ്ങിയിരിക്കുന്ന ഘടകമാണ്. അതുപോലെ തന്നെ ട്രൈ സോഡിയം സിട്രേറ്റ് ഇതിൽ അടങ്ങിയിരിക്കുന്ന ഘടകമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ട്രൈ സോഡിയം സിട്രേറ്റ് ഇത് ചോദിക്കും, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. 3 ഘടകങ്ങളാണ്. ഒന്ന് ഗ്ലൂക്കോസ്, സോഡിയം ക്ലോറൈഡ്, ട്രൈ സോഡിയം സിട്രേറ്റ് എന്ന ഈ പേരുകൾ ഓർത്തിരിക്കുക. ഇത് കണ്ടെത്തിയത് ഒരു ഇന്ത്യക്കാരനാണ്, ഡോക്ടർ ദിലീപ് മഹലനാബിസ് എന്ന പേര് ഓർക്കുക. ഡോക്ടർ ദിലീപ് മഹലനാബിസ് എന്ന് പറയുന്ന പേരാണ് ഓർക്കേണ്ടത്, മഹലനാബിസ്. ഇപ്പോൾ ORS ലായനി കണ്ടെത്തിയത് ആരെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഡോക്ടർ ദിലീപ് മഹൽനാബിസ് എന്ന പേരാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ ഗ്ലൂക്കോസ്, സോഡിയം ക്ലോറൈഡ്, മൈക്രോസോഡിയം സിട്രേറ്റ്. ഗ്ലൂക്കോസ്, സോഡിയം ക്ലോറൈഡ്, മൈക്രോസോഡിയം സിട്രേറ്റ്. ഗ്ലൂക്കോസ്, സോഡിയം ക്ലോറൈഡ്, മൈക്രോസോഡിയം സിട്രേറ്റ് എന്നീ പേരുകൾ ഓർത്തിരിക്കുക. ഇത് കണ്ടെത്തിയത് ഒരു ഇന്ത്യക്കാരനാണ്, ഡോക്ടർ ദിലീപ് മഹലനാബിസ് എന്ന പേരാണ് അവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. വയറിളക്കത്തിനുള്ള ഏറ്റവും ലളിതമായ ചികിത്സയാണ് ORT എന്നറിയപ്പെടുന്നത്. ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി എന്നാണ് ഇത് വിളിക്കുന്നത്. അപ്പോൾ വയറിളക്കത്തിനുള്ള ലളിതമായ ചികിത്സയാണ് ORT. അതേപോലെ ഈ കോളറ, വയറിളക്കം എന്നീ രോഗങ്ങളുള്ളവർക്ക് നിർജ്ജലീകരണം സംഭവിക്കാതിരിക്കാൻ കൊടുക്കുന്ന ലായനി ചോദിച്ചാൽ ORS ആണ്. ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി ഇതിന്റെ ഒരു ചികിത്സയാണ് എന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ട എല്ലാ പോയിന്റുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത്, ആർദ്രം ദൗത്യത്തിന്റെ ലക്ഷ്യം എന്താണെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഓപ്ഷൻ A ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ജനസൗഹാർദ്ദ ഔട്ട് പേഷ്യന്റ് സേവനം. അതായത് നമ്മുടെ ആശുപത്രിയിലൊക്കെ ചെല്ലുമ്പോൾ OP സേവനമില്ല. അതായത് നമ്മുടെ ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ ജനസൗഹാർദ്ദമാക്കി മാറ്റുക, അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി ശുദ്ധജലത്തിന്റെ pH മൂല്യത്തിന്റെ അളവ് നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചതേ ഉള്ളൂ. ഓപ്ഷൻ B ആണ്, pH 7 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. മനുഷ്യ ശരീരത്തിലെ ഭാഗ്യപരാതം ഏതെന്നാണ്, ബാക്ടീരിയ, പേൻ, വൈറസ്, വിര എന്നതിൽ ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ B, വിര എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. അശ്വമേധം പ്രചാരണം ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. അശ്വമേധം എന്ന് പറയുന്ന കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ടതാണ്. അശ്വമേധം എന്ന് പറയുന്നത് കുഷ്ഠരോഗ ബാധിതരായവർക്കുള്ള ഗ്രഹസന്ദർശന രോഗനിർണയ പദ്ധതിയാണ് ഈ പറയുന്ന അശ്വമേധം എന്ന് പറയുന്ന പദ്ധതി. ഈ പദ്ധതി നടപ്പിലാക്കുന്നത് കേരള ആരോഗ്യ വകുപ്പാണ് എന്ന കാര്യം ഓർക്കുക. മൈക്കോ ബാക്ടീരിയം ലെപ്രയാണ് ഇവിടെ ഈ കുഷ്ഠം എന്ന് പറയുന്ന ഈ ഒരു രോഗം പരത്തുന്ന ബാക്ടീരിയ എന്ന കാര്യം ഓർത്തിരിക്കുക. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, മൈക്രോ എന്നും ഓപ്ഷനിൽ തരും, മൈക്കോ എന്നും തരും. അപ്പോൾ അവിടെ ഓർക്കേണ്ടത് കുഷ്ഠം, മൈക്കോ ബാക്ടീരിയം ലെപ്ര എന്ന് പറയുന്ന ആ ഒരു ബാക്ടീരിയയുടെ പേരാണ്. ഹാൻസൻസ് രോഗം എന്നറിയപ്പെടുന്നതും കുഷ്ഠമാണ്. ഹാൻസൻസ് രോഗം എന്നറിയപ്പെടുന്നതും കുഷ്ഠമാണ് എന്ന കാര്യം ഓർക്കുക. ഭൂമിയിലുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന രോഗം ചോദിച്ചാലും കുഷ്ഠരോഗമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന പദ്ധതി തുടങ്ങിയത് 1954-55 കാലഘട്ടത്തിലാണ്. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ. കുഷ്ഠരോഗ ബാധിതരായവർക്കുള്ള ഗ്രഹസന്ദർശന രോഗനിർണയ പദ്ധതിയാണ് അശ്വമേധം. ഈ പദ്ധതി കേരള ആരോഗ്യ വകുപ്പിന് കീഴിലാണ് നടപ്പിലാക്കുന്നത്. കുഷ്ഠരോഗം പരത്തുന്ന ബാക്ടീരിയയാണ് മൈക്കോ ബാക്ടീരിയം ലെപ്രേ. ഹാൻസൻസ് രോഗം എന്നറിയപ്പെടുന്നത് കുഷ്ഠരോഗമാണ്. ഭൂമിയിലുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന രോഗമാണ് കുഷ്ഠരോഗം. ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന പദ്ധതി തുടങ്ങിയത് 1954-55 കാര്യം ഓർത്തിരിക്കുക. സാന്ത്വന പരിചരണം നൽകുന്നത് കിടക്കയിൽ കിടക്കുന്ന രോഗികൾക്കാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. കിടക്കയിൽ കിടക്കുന്ന രോഗികൾക്കാണ്, അതായത് കിടപ്പിലായ രോഗികളെ കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സുകാർ വീട്ടിലെത്തി പരിചരിക്കുന്ന പദ്ധതിയാണ് എന്ത്, സാന്ത്വനം എന്ന് പറയുന്ന പദ്ധതി. അത് കിടക്കയിൽ കിടക്കുന്ന രോഗികളുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ എന്താണ്, കിടപ്പിലായ രോഗികളെ
കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സുമാർ വീട്ടിലെത്തി പരിചരിക്കുന്ന പദ്ധതിയാണ് സാന്ത്വനം എന്ന് പറയുന്ന പദ്ധതി എന്ന കാര്യം ഓർത്തിരിക്കുക. സാന്ത്വനം എന്ന് പറയുന്ന പദ്ധതി എന്ന കാര്യം ഓർത്തിരിക്കുക. ഇൻസുലിൻ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏത് എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യമായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇൻസുലിൻ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണെന്നാണ് എല്ലാവർക്കും ഈ ക്ലാസ് കാണുന്ന എല്ലാവർക്കും ഇതിന്റെ ഉത്തരം അറിയാം. ഓപ്ഷൻ എ ആണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. പ്രമേഹം എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. ഇവിടെ നമ്മുടെ ചോദ്യം ഇൻസുലിൻ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം, അവിടെ പ്രമേഹമാണ്. പ്രമേഹവുമായി ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റുകൾ പറഞ്ഞു പോകാം. പ്രമേഹത്തെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഒന്ന് ടൈപ്പ് 1 പ്രമേഹമെന്നും ടൈപ്പ് 1 പ്രമേഹമെന്നും ടൈപ്പ് 2 പ്രമേഹമെന്നും രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഇൻസുലിൻ ഉൽപാദനത്തിനുണ്ടാകുന്ന തകരാറാണ് ഈ പറയുന്ന ടൈപ്പ് 1 പ്രമേഹത്തിന് കാരണം. ശ്വേത രക്താണുക്കളായ ടി ലിംഫോസൈറ്റുകൾ ബീറ്റാ കോശങ്ങളെ നശിപ്പിക്കുന്നതാണ് ടൈപ്പ് 1 പ്രമേഹത്തിന് കാരണം. ഈ ബീറ്റാ കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻസുലിൻ ഉൽപാദനത്തിലുണ്ടാകുന്ന തകരാറാണ് ടൈപ്പ് 1 പ്രമേഹത്തിന് കാരണം. അത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ടൈപ്പ് 1 പ്രമേഹത്തിന് കാരണം ഇൻസുലിൻ ഉൽപാദനത്തിൽ ഉണ്ടാകുന്ന തകരാറാണ്. ശ്വേതരക്താണുക്കളായ ടി ലിംഫോസൈറ്റുകൾ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റാ കോശങ്ങളെ നശിപ്പിക്കുന്നതാണ് ടൈപ്പ് 1 പ്രമേഹത്തിന് കാരണം. എന്നാൽ ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത് ടൈപ്പ് 2 പ്രമേഹം എന്ന് പറയുന്നത്. പൊണ്ണത്തടിയും ജീൻ തകരാറും കാരണം ടൈപ്പ് 2 പ്രമേഹം ഉണ്ടാകാം. പൊണ്ണത്തടി കാരണവും അതോടൊപ്പം തന്നെ ജീൻ തകരാറ് കാരണവും ഈ പറയുന്ന ടൈപ്പ് 2 പ്രമേഹം ഉണ്ടാകാം എന്ന കാര്യം ഓർത്തിരിക്കുക. പ്രമേഹത്തെ രണ്ടായി തിരിക്കാം. ടൈപ്പ് 1 പ്രമേഹമെന്നും ടൈപ്പ് 2 പ്രമേഹമെന്നും. ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ ഉൽപാദനത്തിൽ ഉണ്ടാകുന്ന തകരാറാണ്. അതിന് കാരണം പറഞ്ഞത് ടി ലിംഫോസൈറ്റുകൾ ബീറ്റാ കോശങ്ങളെ നശിപ്പിക്കുന്നതാണ്. ഈ ബീറ്റാ കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇൻസുലിൻ ഉൽപാദനം അവിടെ നടക്കുന്നുണ്ട്, പക്ഷേ ഇൻസുലിൻ ആവശ്യമായിട്ടുള്ള കോശങ്ങൾക്ക് അതിനെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥയാണ് ടൈപ്പ് 2 പ്രമേഹം എന്ന് പറയുന്നത്. അതിന് കാരണം പൊണ്ണത്തടി വരാം, അല്ലെങ്കിൽ ജീൻ തകരാറും ഈ ഇൻസുലിൻ ഈ പറയുന്ന ലക്ഷ്യകോശങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയിലേക്ക് നയിക്കാം. അപ്പോൾ അത് എന്താണ് ടൈപ്പ് 2 പ്രമേഹമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തായിട്ട് ഇവിടെ നൽകിയിരിക്കുന്ന വിറ്റാമിനുകളുടെ അഭാവം മൂലമുണ്ടാകുന്ന അന്ധത ഏതാണെന്നാണ്. വിറ്റാമിൻ എയുടെ അഭാവത നമ്മൾ ഓൾറെഡി ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. നിശാന്തത എന്നതാണ് ഈ ഒരു രോഗത്തിന്റെ ഉത്തരമായിട്ട് വരിക. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആര് എന്നതാണ് നമ്മുടെ ചോദ്യം. ഇവിടെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, 77ാമത്തെ ചോദ്യം. ആ ഒരു സമയത്തെ ഉത്തരപ്രകാരം ശ്രീ മൻസുഖ് മാണ്ഡവ്യ എന്നതാണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ പുതിയ ആരോഗ്യമന്ത്രി ആര് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നിലവിലെ പുതിയ മന്ത്രിസഭയിൽ ശ്രീ ജഗത് പ്രകാശ് നഡ എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ശ്രീ ജഗത് പ്രകാശ് നഡ എന്നതാണ് ഇവിടെ ശരിക്കും ഇനി ഉത്തരമായിട്ട് വരേണ്ടത്. ഇപ്പോൾ മാറ്റങ്ങൾ വന്നല്ലോ, 18ാമത്തെ ലോക്സഭ വന്നല്ലോ. അപ്പോൾ അവിടെ ആരാന്ന് ചോദിച്ചാൽ ശ്രീ ജഗത് പ്രകാശ് നഡ എന്ന പേരാണ് നമ്മൾ അവിടെ ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ പുതിയ മിനിസ്ട്രി ഒക്കെ പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാനായിട്ട്. ഇനി അടുത്തത് ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത COVID-19 വാക്സിൻ ഏതാണ് എന്നതാണ് നമ്മുടെ ചോദ്യം. കോവാക്സിൻ, കോവിഷീൽഡ്, ഫൈസർ, സ്പുട്നിക് വി എന്നിങ്ങനെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന 78ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എല്ലാവർക്കും അറിയാം, 1ഉം 2ഉമാണ്. കോവാക്സിനും അതുപോലെ തന്നെ കോവിഷീൽഡുമാണ്. ഇവിടെ ഓപ്ഷൻ എ ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ കോവാക്സിൻ വികസിപ്പിച്ച നമുക്കറിയാം ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള ഭാരത് ബയോടെക് ആണ് കോവാക്സിൻ വികസിപ്പിച്ചത് എന്ന കാര്യം. ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ആദ്യ കൊറോണ വാക്സിനാണ് കോവാക്സിൻ എന്ന കാര്യം ഓർത്തിരിക്കണം. അത് ഹൈദരാബാദ് ബേസ്ഡ് ഭാരത് ബയോടെക് ആണ് അത് വികസിപ്പിച്ചത് എന്ന കാര്യം ഓർത്തിരിക്കുക. എന്നാൽ കോവിഷീൽഡിലേക്ക് വരുമ്പോൾ അത് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് അത് ഇന്ത്യയിൽ വികസിപ്പിച്ചത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി ആദ്യമായിട്ട് ഈ COVID-19 വാക്സിൻ സ്വീകരിച്ച ഇന്ത്യക്കാരനാരെന്ന് ചോദിച്ചാൽ മനീഷ് കുമാർ എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. ഇനി നമ്മൾ അവസാനമായിട്ട് ഈ ഒരു ക്ലാസ്സിൽ പരിചയപ്പെടാൻ പോകുന്ന ചോദ്യം ഇതാണ്. 2021 കേരളത്തിൽ പുതുതായി ഉയർന്നു വന്ന രോഗം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്ന സിക്ക രോഗമാണ്. ഓപ്ഷൻ സി ആണ്. ആ ഒരു സമയത്തെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ഒരു രോഗമാണ്. ഇത് പരത്തുന്ന കൊതുക് ഏതാന്ന് ചോദിച്ചാൽ ഈഡീസ് കൊതുകുകളാണ്. ഈഡീസ് കൊതുകുകൾ പരത്തുന്ന വൈറസ് രോഗമാണ് സിക്ക. വൈറസ് രോഗമാണ് സിക്ക. ഈഡീസ് കൊതുകുകളാണ് ഇത് പരത്തുന്നത് എന്ന കാര്യം ഓർക്കുക. സിക്ക, ഈഡീസ് കൊതുകുകൾ, അതേപോലെ തന്നെ വൈറസ് രോഗമാണ് എന്ന കാര്യം ഓർക്കുക. അപ്പൊ സിക്ക വൈറസ് എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഈഡീസ് കൊതുകുകളാണ് ഇത് പരത്തുന്നത്. ഈഡീസ്, സിക്ക വൈറസ്. ഇനി അടുത്തത് താഴെ പറയുന്നതിൽ ഏത് അവാർഡാണ് 2020 ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് കേരളം നേടിയതെന്ന് ചോദിച്ചാൽ ജീവിതശൈലി രോഗ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടതാണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഓപ്ഷൻ എ ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇവിടെ കുറച്ച് പോയിന്റ് നമ്മുടെ ഈ ഒരു SCRT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞു പോകുന്ന കുറച്ച് പോയിന്റുകൾ ഉണ്ട്. അത് നമ്മൾ
പ്രധാനപ്പെട്ട ജീവിതശൈലി രോഗങ്ങളും കാരണങ്ങളും എന്ന് പറയുന്ന ഒരു കോളമുണ്ട്. ആ കോളത്തിലുള്ള പോയിന്റും കൂടെ പറഞ്ഞിട്ട് ഈ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായിട്ട് നിങ്ങളിത് പഠിച്ചു വെക്കണം. കാരണം ഇത് പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് വരും എന്ന് ഉറപ്പാണ്. അപ്പൊ നമുക്ക് അതൊന്ന് പരിചയപ്പെട്ടാലോ? നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത് രോഗമാണ്. രണ്ടാമത് നമ്മളിവിടെ പരിചയപ്പെടുക എന്തായിരിക്കും? കാരണമാണ്. അപ്പൊ തലക്കെട്ട് എന്തുവാ? പ്രധാനപ്പെട്ട ജീവിതശൈലി രോഗങ്ങളും കാരണങ്ങളുമാണ്. അതിൽ ഒന്നാമതായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്ന പ്രമേഹം എന്ന് പറയുന്നത് ഒരു ജീവിതശൈലി രോഗമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ പരിചയപ്പെടുന്ന രോഗങ്ങളിൽ ഒന്ന് പ്രമേഹം. അതൊരു ജീവിതശൈലി രോഗമാണ്. അതിന്റെ പ്രധാന കാരണം നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇൻസുലിന്റെ കുറവ് അല്ലെങ്കിൽ പ്രവർത്തന വൈകല്യം എന്നതാണ്. അപ്പോൾ അതിന്റെ കാരണം ഇവിടെ നൽകിയിരിക്കുന്നത് SCERT ടെക്സ്റ്റ് ബുക്കിൽ നൽകിയത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതുകൊണ്ട് അത്രത്തോളം പ്രാധാന്യമുണ്ട്. ഇതുപോലെ തന്നെയായിരിക്കും സ്റ്റേറ്റ്മെന്റിൽ വരിക. ഇൻസുലിന്റെ കുറവ് അല്ലെങ്കിൽ എന്താണ്? പ്രവർത്തന വൈകല്യം എന്ന കാര്യം ഓർത്തിരിക്കുക. പ്രവർത്തന വൈകല്യം. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ആ ബീറ്റ കോശങ്ങളാണ് ഈ പറയുന്ന ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. അത് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, ലക്ഷ്യകോശങ്ങൾക്ക് എന്താണ്? ഇതിനെ ഉപയോഗിക്കാൻ പറ്റാത്തൊരു അവസ്ഥ. അപ്പൊ ഇവിടെ ഇൻസുലിന്റെ കുറവ്, പ്രവർത്തന വൈകല്യം എന്നതാണ് കാരണമായിട്ട് പറയുന്നത്. ഇനി രണ്ടാമത്തെ രോഗം ഞാൻ പരിചയപ്പെടുത്തുന്നു. പണ്ട് മുതലേ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഫാറ്റി ലിവർ എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ രോഗം. കരളിൽ എന്താണ്? കൊഴുപ്പ് അടിഞ്ഞുകൂടാൻ ഇടയാകുന്നു. അപ്പൊ ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് നമ്മുടെ കരളുണ്ടല്ലോ, കരളിൽ എന്താണ്? കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതാണ് ഈ പറയുന്ന ഫാറ്റി ലിവർ എന്ന് പറയുന്നത് എന്ന കാര്യം ഓർത്തിരിക്കണം. അപ്പൊ രണ്ടാമത്തെ രോഗം പരിചയപ്പെടുത്തിയ. ഇനി മൂന്നാമത്തെ രോഗം എന്ന് പറഞ്ഞാൽ പക്ഷാഘാതം എന്താണ്? ഒരു ജീവിതശൈലി രോഗമാണ്. അപ്പൊ ഞാൻ ഈ പരിചയപ്പെടുത്തുന്ന എല്ലാം എന്താണ്? ജീവിതശൈലി രോഗമാണ്. അപ്പൊ താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻ ജീവിതശൈലി രോഗമല്ലാത്തത് ഏത്, ജീവിതശൈലി രോഗത്തിൽ ഉൾപ്പെടുന്നത് ഏത് എന്നൊക്കെ നൽകുന്ന ചോദ്യത്തിൽ ഇതായിരിക്കും നിങ്ങൾക്ക് ഓപ്ഷനായിട്ട് തരിക. പ്രമേഹം, ഫാറ്റി ലിവർ, പക്ഷാഘാതം എന്ന് പറഞ്ഞാൽ എന്താണ്? മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നു. പക്ഷാഘാതം മൂലം മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നു, രക്തപ്രവാഹം തടസ്സപ്പെടുന്നു. അപ്പൊ പക്ഷാഘാതം, അതിന്റെ ഒരു കാരണം പറയുന്നത് മസ്തിഷ്കം, അവിടെ രക്തക്കുഴലുകൾ പൊട്ടുന്നു, അതുപ്രകാരം രക്തപ്രവാഹം എന്താണ്? തടസ്സപ്പെടുന്നു എന്നതാണ് അടുത്തത്. നാലാമത്തത് അമിത രക്തസമ്മർദ്ദം എന്നതാണ്. അപ്പൊ അമിത രക്തസമ്മർദ്ദം എന്ന് പറയുന്നതും എന്താണ്? ഒരു ജീവിതശൈലി രോഗമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നു. അമിത രക്തസമ്മർദ്ദം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ രക്തത്തിന്റെ ഒഴുക്ക് എന്താണ്? അവിടെ തടസ്സപ്പെടുകയാണ്. അതെങ്ങനെയാണ്? കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നു. ഇതാണ് അമിത രക്തസമ്മർദ്ദത്തിന്റെ കാരണമായിട്ട് പറയുന്നത്. ഏറ്റവും അവസാനമായിട്ട് പറയുന്ന, ഈ അടുത്ത് നടന്ന പരീക്ഷയിൽ പോയി ചോദിച്ചിട്ടുണ്ട്, ഹൃദയാഘാതം എന്ന് പറയുന്നത് ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികൾ. ഏത് ധമനിയാണ്? കൊറോണറി ധമനി. ആ കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നു. ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പടിയുന്നു, എന്നിട്ട് അവിടുത്തെ രക്തപ്രവാഹം തടസ്സപ്പെടുന്നു. അതാണ് എന്ത്? ഹൃദയാഘാതത്തിന്റെ കാരണമായിട്ട് പറയുന്നത്. 5 രോഗമേ SCERT ഒരു കോളത്തിൽ നൽകിയിട്ടുള്ളൂ. അതിന്റെ കാരണവും നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തി. മറക്കാതെ പഠിച്ചു വെക്കുക. ഒന്ന് പ്രമേഹമാണ്. ഇൻസുലിന്റെ കുറവ് അല്ലെങ്കിൽ പ്രവർത്തന വൈകല്യമാണ് കാരണം. 2 ഫാറ്റി ലിവർ ആണ്, കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടാൻ ഇടയാക്കുന്നു. 3 പക്ഷാഘാതമാണ്, മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നു, രക്തപ്രവാഹം തടസ്സപ്പെടുന്നു. 4 അമിത രക്തസമ്മർദ്ദമാണ്, കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നു. ഹൃദയാഘാതം, ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നു എന്നതാണ് നമ്മുടെ ഈ പറയുന്ന ഹൃദയാഘാതത്തിന്റെ കാരണമായിട്ട് ഇവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ ഈ ഒരു ക്ലാസ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇനി അവശേഷിക്കുന്ന മാത്സിൽ 20 ചോദ്യങ്ങളാണ് ഈ ചോദ്യ പേപ്പറിൽ. ആ ചോദ്യങ്ങളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അപ്പൊ ഇവിടെ പറഞ്ഞ എല്ലാ പോയിന്റുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രീവിയസ് ആയിട്ട് ചോദിച്ച കാര്യങ്ങളാണ്. SCERT ബേസ് ചെയ്തിട്ടാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അത് പഠിച്ചു വെക്കണം. ഇനി തൊട്ടു മുമ്പ് നമ്മൾ പറഞ്ഞു സിക്ക വൈറസ്, അത് ആദ്യമായിട്ട് സ്ഥിരീകരിച്ചത് ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരം ജില്ലയാണെന്നും കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. സിക്ക വൈറസ് സ്ഥിരീകരിച്ച കേരളത്തിലെ ആദ്യ ജില്ല ചോദിച്ചാൽ അത് തിരുവനന്തപുരം ജില്ലയാണ്. സിക്ക വൈറസ് സ്ഥിരീകരിച്ച കേരളത്തിലെ ആദ്യ ജില്ല ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ല 2021 ഇന്ത്യയിൽ ആദ്യമായിട്ട് സിക്ക വൈറസ് സ്ഥിരീകരിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ ഗുജറാത്തിലാണ്. ഗുജറാത്തിലെ അഹമ്മദാബാദിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഗുജറാത്തിലെ അഹമ്മദാബാദിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ്. അപ്പൊ 2 പോയിന്റുകൾ കൂടി പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. EDS കൊതുകുകൾ പരത്തുന്ന വൈറസ് രോഗമാണ് സിക്ക എന്ന് ഞാൻ പഠിപ്പിച്ചു. അതേപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് സിക്ക വൈറസ് സ്ഥിരീകരിച്ചത് എവിടെയാണെന്ന് വെച്ചാൽ അത് ഗുജറാത്ത്
ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ്. നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് എവിടെയാണെന്ന് വെച്ചാൽ അത് തിരുവനന്തപുരത്താണ്. 2021 ഇത് സ്ഥിരീകരിക്കുന്നത്. തമിഴ്നാട്ടിലാണ് ഇന്ത്യയിൽ രണ്ടാമതായിട്ട് സിക്ക വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒന്നാമതായിട്ട് വരുന്നത് ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ്, രണ്ടാമത് തമിഴ്നാട്ടിലാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ കേരളത്തിൽ വന്നു. കേരളത്തിൽ ആദ്യമായിട്ട് അത് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ തിരുവനന്തപുരമാണെന്ന് പറഞ്ഞുകൊണ്ട് ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് മാത്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിട്ട് കണ്ടുകൂട്ടാം. നല്ല രീതിയിൽ പഠിക്കുക. നല്ല രീതിയിൽ പഠിച്ചാൽ ഈ ജോലി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ക്ലാസ്സുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.